കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഞാനേ ഈ ലച്ചുവിന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം നീ ഈ ഗേറ്റിനപ്പുറത്തേക്ക് പോത്തില്ല. കേറാനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണെങ്കിലും കേറും. ഒന്ന് കേറി കാണിച്ചേ, ചേച്ചി ഒന്ന് കാണട്ടെ. ഇവിടെ വാടാ ഇങ്ങോട്ട്. എന്ത് ഭാര്യനെ നോക്കണേ? ഓ, ഭാര്യ വഴക്ക് പറയായിരിക്കും അല്ലേ? അതെ, ഭാര്യനെ പേടിച്ച് ജീവിക്കുന്ന ഒരുത്തനല്ല ഈ കേശു. അത് മാത്രമല്ല, എന്തിനും ഏതിനും ഭാര്യയുടെ അനുവാദം മേടിക്കുന്നവനല്ലേ ഈ കേശു. കേട്ടാ മീനൂട്ടി, ഞാനൊന്ന് പോയിട്ട് വരട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഭാര്യ കൂടെ ഉണ്ട്, തല്ലല്ലേ, അണക്കേടാണ്. അതെ, നീ എന്തു ഭാവിച്ചാണ്? ഇത് 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 ഇതേ കുട്ടിക്കളിയല്ല, എന്റെ ജീവിതം വെച്ചുള്ള കളിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഒന്നില്ലെങ്കിൽ എന്നെ വിളിച്ചു ചോദിക്കണം, അല്ലെങ്കിൽ അമ്മൂമ്മനെ വിളിച്ചു ചോദിക്കണം. നീ എന്തെങ്കിലും ചെയ്താ? അങ്ങനെ ഇപ്പൊ ഞാൻ വിളിച്ച് നിങ്ങളുടെ അനുവാദം ചോദിച്ചായിരുന്നെങ്കിൽ നിങ്ങൾ എനിക്ക് അനുവാദം തരുമായിരുന്നോ? കേട്ടാ സമ്മതിക്കുമായിരുന്നോ? എടാ എടാ, നീ കല്യാണം കഴിക്കാൻ മുട്ടിക്കുമായിരുന്നോ? അങ്ങനൊന്നും ചേച്ചി, നടന്നതൊക്കെ സംഭവിച്ച് അങ്ങനെ വിട്ടേക്ക്. ഇനി എന്റെ മുന്നോട്ടുള്ള ജീവിതത്തില് എന്റെ കൂടെ നടക്കേണ്ടവളാണതോ എന്റെ മീനുട്ടി. അവക്ക് വേണ്ടി ആരെയും പിണക്കാൻ ഞാൻ തയ്യാറാണ്. ഇപ്പം ഭാവിയില് ചിലപ്പോ ഞാനും ചേച്ചിയും തമ്മിൽ ഒരടി ഉണ്ടായെന്നിരിക്കാം. എന്നാലും എന്റെ മീനുട്ടിയുടെ കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീര് പുറത്തു വരാൻ ഈ കേസ് സമ്മതിക്കില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. വിളിക്കല്, അവക്കൊരു പേരുണ്ട്, മീനു. മീനുട്ടി എന്ന് വിളിച്ചാൽ മതി. ഞാൻ എന്റെ പട്ടി വിളിക്കും. അളിയനെ കൊണ്ട് നമുക്ക് പിന്നെ വിളിപ്പിക്കാം. ഇവിടെ എന്താ ചേച്ചി, അനുഗ്രഹിക്കാൻ വിളിച്ചാണോ? അനുഗ്രഹിക്കാനല്ല, കൈ നീട്ടി ഒരെണ്ണം തരാൻ വിളിച്ചതാ. എന്താ ഉദ്ദേശം? കല്യാണം കഴിച്ച് താലി, ഇനി ചേച്ചിയോട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷേ നീ എന്തറിഞ്ഞിട്ടാണ് ഇവനെയൊക്കെ കെട്ടിയത്? ഇവനെ പോലത്തെ ഒരു കോഴീനെ ഉണ്ടല്ലോ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചേച്ചി, ചേച്ചിയോട് അങ്ങനെയൊന്നും പറയരുത്, എനിക്കതൊന്നും ഇഷ്ടമല്ല. എന്റെ കൊച്ചേ, ഇവനുണ്ടല്ലോ വേറൊരു ലൈനുണ്ട്. മെർലിൻ എന്നാണ് പേര്. കുറെ വർഷമായിട്ട് രണ്ടുപേരും കൂടെ പ്രണയിച്ചോണ്ടിരിക്കുക. ഇപ്പോഴെല്ലാം മനസ്സിലായത് ആ കൊച്ചിന് ഇവനോടൊക്കെ ദിവ്യ പ്രണയമായിരുന്നു. പക്ഷെ ഇവന് പ്രണയമൊന്നും ആയിരുന്നില്ല, അഭിനയമായിരുന്നു. പറഞ്ഞു കൂടെ. മെർലിന്റെ കാര്യമല്ലേ, അതൊക്കെ എനിക്കറിയാം. കാറിൽ വെച്ചിട്ട് കേശോട്ടന്റെ അടുത്ത് പറഞ്ഞതാ. ഇനി കേശോട്ടന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. കഷ്ടം. കൊച്ചെ, നീയൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കണത്? എന്റെ കൊച്ചെ, നിന്റെ കല്യാണത്തിന് സദ്യ തിന്നാൻ വന്നവനാണിവൻ. ഇത് ആരുടെ കല്യാണമാണെന്ന് പോലും ഇവൻ അറിയാൻ പാടില്ല. എങ്ങോട്ടോ പോകുന്ന വഴിക്ക് കല്യാണ ബോർഡ് കണ്ട് സദ്യയുടെ മണം അടിച്ച് കേറിയതാ. സത്യം പറയാലോ, ഇവര് നീ ആരാണെന്ന് അറിയാൻ പാടില്ല, നിനക്ക് ഇവൻ ആരാണെന്ന് അറിയാൻ പാടില്ല. പക്ഷെ എനിക്ക് ഞാൻ ആരാണെന്ന് അറിയാം. ഞാൻ സുദർശൻ, പെണ്ണിന്റെ ഒരേ ഒരു അമ്മാവൻ. പ്രായത്തിന് മൂത്താ നോക്കൂല, ഇനി വാ തുറന്ന് വാരിക്കണേ ഞാൻ. കൊച്ചെ, ഞാൻ ഒരു സത്യം പറയാം. നിന്റെ ജീവിതം ഉണ്ടല്ലോ, ഇതോടെ കട്ടപ്പോക. നിങ്ങളുടെ കൂടെ ഞങ്ങളാരും ഉണ്ടാവില്ല. ലച്ചേച്ചി, അതെന്ത് വർത്താനാണ്? അതെ, കേശുവിന്റെ കൂടെ താങ്ങും തള്ളായിട്ട് ഞാൻ ഉണ്ടാവും, എന്റെ പിള്ളേരും ഉണ്ടാവും. അപ്പൊ ഞാനില്ലേ? അമ്മാവനും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അവനെ എന്റെ മുത്താണ്, അവന് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുക്കും. കൊടുക്കില്ലടാ ജോഷുവ, വന്നേപ്പാ. ഏറ്റ് കൊറേ നാളും കൊണ്ടേ ഞാൻ ഓങ്ങി വെച്ചേക്കുവേ. നീയൊക്കെ കൊണ്ടുപോയിട്ടാ ഇവരെ ചീത്തയാക്കണത്. നന്ദി.